നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. യുക്രൈൻ്റെ വക മിസൈൽ ആക്രമണത്തിന് റഷ്യ പ്രത്യാക്രമണവും നടത്തിക്കഴിഞ്ഞു. വളരെ കുറച്ച് രാജ്യങ്ങളുടെ കൈവശം മാത്രമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഭാഗ്യവശാൽ നമ്മളും ആ പട്ടികയിൽ പെടുന്നു എന്ന കാര്യത്തിൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആ മിസൈൽ ഏതെന്ന് നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ തുറുപ്പുചീട്ടുകളായ മറ്റ് മിസൈലുകളെ കൂടി ഒന്ന് നോക്കാം. റഷ്യ യുക്രൈനിലേക്ക് പ്രത്യാക്രമണം നടത്തിയത് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് എന്നതായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. യുക്രൈനും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ റഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അല്ല, പകരം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്നാണ്. ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം രണ്ടാമത് പറഞ്ഞതിന് റേഞ്ച് ഒരൽപ്പം കുറവാണ് എന്നത് മാത്രമാണ്. പക്ഷേ ഇവിടെ എടുത്തു കാണേണ്ടത് ഇതിലെ MIRV ടെക്നോളജിയാണ്. ഇതിൽ ഒരു മിസൈലിൽ തന്നെ ഒന്നിലധികം പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു മിസൈലിൽ 10-12 പോർമുനകൾ വരെ ഉണ്ടാകും. തൊടുത്തു വിടുന്ന സമയം ഒരു മിസൈൽ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ആകാശത്ത് വെച്ച് ഇവ എത്ര പോർമുനകളുണ്ടോ അത്രയും നമ്പറായി സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ശേഷം 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റുകളിൽ ഇവ ഓരോന്നായി പതിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം മിസൈലുകളെ ശത്രുക്കൾക്ക് പ്രതിരോധിക്കാനും അല്പം പ്രയാസമായിരിക്കും. ഇതാണ് റഷ്യ യുക്രൈന് മേൽ പ്രയോഗിച്ചത്. ഒന്നിനു പുറകെ ഒന്നായി തീമഴ പെയ്യുന്നതായി നമുക്ക് കാണാം. റഷ്യ, അമേരിക്ക, ചൈന, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യക്കും MIRV ടെക്നോളജി ഉപയോഗിക്കാവുന്ന മിസൈലുകൾ സ്വന്തമായി ഉണ്ട്. MIRV എന്നാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്നാണ്. MIRV സാങ്കേതിക വിദ്യ ഉപയോഗിക്കാവുന്ന നമ്മുടെ മിസൈൽ ഏതെന്ന് നോക്കാം. അത് അഗ്നി 5 ആണ്. ദിവ്യാസ്ത്രം എന്നാണ് DRDO ഇതിന് നൽകിയിരിക്കുന്ന ഓമന പേര്. ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതുകൊണ്ടാവാം അങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ശത്രുക്കളെ കബളിപ്പിക്കാനായി ഡമ്മി പോർമുനകളും ഉപയോഗിക്കാറുണ്ട്. 2024 മാർച്ച് 11 ഇതിന്റെ വിജയകരമായ പരീക്ഷണം നടന്നത്. ഇതിന്റെ റേഞ്ച് സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. കാരണം DRDO ഇതുവരെയും ഇതിന്റെ റേഞ്ച് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും 5000 കിലോമീറ്ററിന് മുകളിൽ ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില വൃത്തങ്ങൾ പറയുന്നത് 6000-ഉം 7000-ഉം കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടുമെന്നാണ്. 5500 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉറപ്പിച്ചാൽ മാത്രമേ ഇതിനെ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. എന്തു തന്നെയായാലും ഇതിന്റെ യഥാർത്ഥ റേഞ്ച് ഒരു സൈനിക രഹസ്യമായി സൂക്ഷിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ ഈ നേട്ടത്തിൽ ലോകരാജ്യങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് നടത്തിയത്. ഈ മിസൈലിന്റെ ഒരു പരിധിയിൽ ചൈനയിലെ വടക്ക് കിഴക്കൻ വ്യാവസായിക നഗരങ്ങൾ ഉൾപ്പെടും എന്നറിഞ്ഞതോടെ അവർ പറഞ്ഞത് ഇന്ത്യയുമായി ഒരു മത്സരവും ശത്രുതയും ഇല്ല എന്നും പകരം ഇന്ത്യ അവരുടെ മികച്ച ഒരു പങ്കാളിയാണെന്നുമാണ്. ഒരു കീലേരി അച്ചു സ്റ്റൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു 3 സ്റ്റേജ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗൈഡൻസിനായി GPS-ഉം നാവിക്കിനും പുറമെ റിംഗ് ലേസർ ഗൈറോസ്കോപ്പും ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായാലും ഇതിന് ടാർഗറ്റ് സ്ട്രൈക്ക് ചെയ്യാൻ പ്രയാസമുണ്ടാവില്ലെന്നർത്ഥം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ടാർഗറ്റ് സ്ട്രൈക്ക് ചെയ്യാനുള്ള കൃത്യതയാണ്. ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിൾ CEP എന്ന് പറയുന്നത് വെറും 10 മീറ്ററിൽ താഴെയാണ്. CEP എന്നത് ആക്യുറസിയെ കാണിക്കുന്ന ഒരു സൂചികയാണ്. CEP കുറഞ്ഞു നിൽക്കുന്തോറും ആക്യുറസി കൂടുകയാണ്. 3000-4000 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കളും ഇതിന് വഹിക്കാൻ കഴിയും. 17.5 മീറ്ററാണ് ഇതിന്റെ നീളം. ഈ മിസൈലിന്റെ റേഞ്ചിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ച് ആവശ്യാനുസരണം കൂട്ടാനും കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനായി ചെയ്യുന്നത് ഇതിന്റെ വെയിറ്റ് കുറയ്ക്കുക എന്നതാണ്. അതിനുവേണ്ടി സ്റ്റീൽ ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കി കോമ്പോസിറ്റ് ഭാഗങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ വെയിറ്റിൽ ഒരു 20% കുറവ് വരും. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള റേഞ്ചിനേക്കാൾ 1000-ഓ അതിലധികമോ കിലോമീറ്ററുകൾ കൂടി ഇതിന് സഞ്ചരിക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടത് ഈ മിസൈൽ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെയാണ്. DRDOയിലെ ശാസ്ത്രജ്ഞയായ ശ്രീമതി ഷീന റാണി. അവർ ഒരു മലയാളിയുമാണ്. അഗ്നി 5ന്റെ പ്രോഗ്രാം ഡയറക്ടറായിരുന്നു. ദിവ്യപുത്രി എന്നാണ് അവർ അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഇവർ ബിരുദം നേടിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു ഇവരുടെ റോൾ മോഡൽ. അഗ്നി 5 പോലെ തന്നെ ഈ ശ്രേണിയിൽപ്പെട്ട മികച്ച ഒരു മിസൈലാണ് അഗ്നി P. ഏതാണ്ട് അഗ്നി 5ക്ക് സമാനമായ സവിശേഷതകളാണ് ഇതിനുമുള്ളത്. പക്ഷേ ഭാരവും റേഞ്ചുമൊക്കെ കുറവാണെന്ന് മാത്രം. ഇതിലും MIRV സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അതിർത്തി പ്രദേശങ്ങളെ കാക്കാനും ശത്രുക്കളുടെ കപ്പലുകളെയൊക്കെ ടാർഗറ്റ് ചെയ്യാനുമാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത്.
പിന്നെ അടുത്തത് സാഗരിക പോലെയുള്ള കെ സീരീസിൽപ്പെട്ട മിസൈലുകളാണ്. കെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാമാണ്. ഇവ എന്നത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ്, അതായത് അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്തുവിടാവുന്നവ. ഇതും MIRV ടെക്നോളജി ഉപയോഗിക്കാൻ പ്രാപ്തമാണ്. നിലവിൽ അഗ്നി 5നേക്കാൾ മാരകമായ അഗ്നി 6 വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് DRDO. ശ്രീമതി ഷീന റാണിയുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത മറ്റൊരു വനിതയുടെ പേരുകൂടിയുണ്ട്. അത് ശ്രീമതി ടെസ്സി തോമസ് ആണ്, ആലപ്പുഴ സ്വദേശിനി. അഗ്നി 4ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ. ഇന്ത്യയിൽ ഒരു മിസൈൽ പ്രോജക്റ്റിന്റെ ഹെഡാവുന്ന ആദ്യത്തെ വനിതാ ശാസ്ത്രജ്ഞ. DRDOയിലെ എല്ലാ ശാസ്ത്രജ്ഞർക്കും വിജയാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.